നമസ്കാരം. ഞാൻ യുഭാരതം. അങ്ങനെ നമ്മുടെ സലീം കുമാർ നടൻ യാത്രയായി മരണപ്പെട്ടുപോയി. നമ്മളൊപ്പം ഇനി അദ്ദേഹത്തിന്റെ ശബ്ദം മീമിലൂടെ മറ്റേ മനുഷ്യന്മാരെ കളിയാക്കാൻ ഉണ്ടാക്കുന്ന ട്രോള് അതിലൂടെയും പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഒത്തിരി നല്ല സിനിമകളിലൂടെ മാത്രമേ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കൂ, അദ്ദേഹത്തിനെ കാണാൻ പറ്റൂ എന്നുള്ളതിൽ ഭയങ്കര സങ്കടം. തീരാൻ വയ്യാത്തത്രയും സങ്കടമുണ്ട്. കാരണം ഉള്ളുകൊണ്ട് വർത്താനം പറയുകയും ഉള്ളുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്ന വളരെ കുറച്ച് മനുഷ്യരെ നമ്മളെ ചുറ്റുമുള്ളൂ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊരാളാണ് സലീമേട്ടൻ. പുള്ളിക്കാരൻ്റെ സിനിമയ്ക്ക് അത് തന്നെ നമ്മൾ ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹം തമാശയ്ക്ക് വേണ്ടി ചിരിച്ചാലും, അത് സിനിമയ്ക്ക് വേണ്ടി തമാശ ഉണ്ടാക്കാൻ വേണ്ടി ചിരിച്ചാലും പുള്ളിക്കാരൻ ഉള്ളുകൊണ്ടാണ് ചിരിക്കുന്നത്. അത് നമുക്ക് എടുത്തറിയാൻ സാധിക്കും എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവും, സ്വയം വിമർശിക്കാൻ ഒരു മടിയില്ലാത്ത രണ്ടുപേരാണ്. അത് രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ഒന്ന് ശ്രീനിവാസൻ, സ്വയം കുത്തി നോവിക്കാനും സ്വയം അവരെ തിരിച്ചറിഞ്ഞ് അവരെ തന്നെ കളിയാക്കാനും ഒരു മടിയില്ലാത്ത ആളാണ് ശ്രീനിയേട്ടൻ. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സലീമേട്ടൻ. സ്വയം ഉള്ള പഴിയെല്ലാം സ്വയം ഞാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാൻ മോശമാണ് എന്ന് സ്വയം പറയാൻ ഒരു മടിയില്ലാത്ത, എന്നാൽ ഞാൻ എന്നെ തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വയം പറയുന്ന ഒരു നല്ല മനസ്സിനുടമയും ഉള്ളുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്ന, ഉള്ളുകൊണ്ട് ആൾക്കാരോട് ഇടപെടുകയും ചെയ്യുന്ന യാതൊരു, ഈ നാട്ടുകാർ പറയുന്ന പോലെ യാതൊരുവിധ താരജാടകളുമില്ലാതെ ഭയങ്കരമായി മനുഷ്യന്മാരെ ചേർത്ത് നിർത്താൻ ഭയങ്കരമായിട്ട് ഒരു മനസ്സിൽ കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. കൊള്ളത്തില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, പുള്ളിക്കാരൻ തന്നെ കൊള്ളത്തില്ല എന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്റെ ഈ കോലം വെച്ച് വേറെ ഏത് ജോലിയാണ് ഞാൻ സ്വീകരിക്കുക? വേറെ ഒരു സ്മാർട്ടായിട്ട് ഉള്ള ജോലിയും എനിക്ക് കിട്ടത്തില്ല, എനിക്ക് സിനിമയും മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അദ്ദേഹം പല ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ചെറുതാക്കി കണ്ടതല്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം പിന്നെ ഉള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ് ഇഷ്ടമാണ് നൂറുവട്ടം എന്നൊരു സിനിമയാണ്. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിൽ 1996 അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കുന്നത്. പക്ഷെ ആ സിനിമ, ഞാനൊരു സിനിമ ഉദ്ദേശിക്കുന്നുണ്ട്, അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആനയൊക്കെ ആയിട്ട് ആണ് എൻ്റെ വിശ്വാസം. അപ്പോ സലീമേട്ടൻ ഒരു നല്ല വായനക്കാരനായിരുന്നു. അതിലധികം ആർക്കും അറിയത്തില്ല. ഭയങ്കരമായിട്ട് വായിക്കാനും ഭയങ്കരമായിട്ട് ചിന്തിക്കാനും തമാശയ്ക്ക് ഒത്തിരി ചിന്താധാരിയായിട്ടുള്ള, ഇപ്പം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അദ്ദേഹം. അത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. അതൊന്നും പറയാൻ മടിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് അനുഭാവി ആയിരുന്നു ആണ് അദ്ദേഹം, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മടിയില്ലാതെ കോൺഗ്രസ്സുകാരെ വിമർശിക്കാൻ, മടി കാണിക്കാൻ ഒരു തികഞ്ഞ സത്യസന്ധത പുലർത്തിയ ഒരു മനുഷ്യനാണ്. ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ ഒരു കലാപ്രവർത്തനത്തിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സങ്കോചവും ഒരു കോൺഗ്രസ്സുകാർക്കും വിഷം വന്നാലും ഇല്ലെങ്കിലും ഞാൻ സത്യം പറയത്തുള്ളൂ എന്ന് പറഞ്ഞത്
ഏറ്റവും കൂടുതൽ കലാപ്രവർത്തനത്തിനെ മുന്നോട്ട് നയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസമാണ് എന്ന് ധൈര്യപൂർവ്വം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ അത്രയും ചിന്തിച്ച് ആൾക്കാരോട് അത്രയും പേടിയില്ലാതെ അത്രയും മുള്ളുകൊണ്ട് വർത്താനം പറയാൻ അദ്ദേഹം ബഹുമെടുക്കനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് സിനിമകൾക്ക് ഞാൻ ഓർത്ത് വെച്ചിരുന്നു. ഇപ്പം ആ പേര് ഞാൻ മറന്നും പോയി. അതല്ലാതെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമകൾ ഉണ്ട് പറയാൻ. അതല്ലാതെ ഒന്ന് രണ്ട് പടം അത് രേഖപ്പെടുത്തി വെച്ചില്ല. സാധാരണ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പറയാ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ടിട്ടാണ് പറയാ. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ മെനക്കെട്ടില്ല, അത് എന്റെ തെറ്റാണ്. അപ്പം എനിക്ക് അല്ലാതെ എല്ലാവരും ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സിനിമകളിൽ കാട്ടിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒന്ന് രണ്ട് സിനിമകൾ എടുത്തു പറയാനാണെങ്കിൽ ആദാമിന്റെ മകൻ അബൂനും ഇഷവാടിരിക്കും. അതിലും എനിക്ക് ഏറ്റവും 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 ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് സിനിമ പറയുവാണെങ്കിൽ, ഒന്ന് മമ്മൂട്ടി ഉറക്കെ സംസാരിക്കുന്ന ലൗഡ് സ്പീക്കർ പറഞ്ഞു ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അതിൽ എങ്ങനെ സിനിമയ്ക്ക് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കത്തില്ല. ആ ലൗഡ് സ്പീക്കറിനകത്ത് ഒരു നല്ലൊരു കാര്യസ്ഥന്റെ വേഷം അദ്ദേഹം ചെയ്തു. അത് നന്നായി. അതാണെങ്കിൽ ഈ പറയുന്ന ഡബിങ് അല്ല, സിംഗ് സൗണ്ടാണ് സിനിമ. അതിനോട് അനുയോജ്യമായി അതിനോട് നീതി പുലർത്തി തന്നെ അദ്ദേഹം ആ സിനിമ ചെയ്തു. പിന്നെ ഉള്ളത് അച്ഛനുറങ്ങാത്ത വീട്. അതിൻ്റെ പ്രകടനം ഒരു സാധാരണക്കാരനായ ഒരു സാമുവൽ എന്ന കഥാപാത്രത്തെ അദ്ദേഹം എത്രത്തോളം മികച്ചാകാമോ അത്രത്തോളം മികച്ചാകുകയും അതിനിപ്പോൾ ഒരുവിധ കൈനിടലും ഇല്ലാതെ എന്നാൽ അത് തോൽപ്പിച്ചെടുക്കുകയും ചെയ്യും. അതൊരു വല്ലാത്ത കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ. അത് എപ്പോ കണ്ടാലും ആ സിനിമ യൂട്യൂബിലുണ്ട്. അതല്ലാതെ ഒരു മുഖ്യധാര മാധ്യമം എന്ന നിലയിൽ കാണുന്നത് അത് വിലയ്ക്ക് മേടിച്ചിരുന്നു. നമ്മുടെ ആ സിനിമ വിലയ്ക്ക് മേടിച്ചത് നമ്മള് അമൃത ടിവിയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും സലീമേന്റെ ഒരു സങ്കടം ഈയിടെ പറയുന്ന ഒരാൾ ഭക്ഷ്യ കഴിയുമ്പോഴാണല്ലോ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഒരാളെ ഇട്ടങ്ങ് ആഘോഷിച്ച് ആർമാദിക്കും. അപ്പൊ അദ്ദേഹം ഒരു വലിയ സങ്കടം പറയുന്നത് കേട്ടു. ആ സങ്കടം അദ്ദേഹത്തിന് വലുതായിട്ട് ആദ്യം അസുഖം വന്നപ്പോൾ ഈ ചുറ്റുമുള്ള ആരും ഇല്ലായിരുന്നു സഹായിക്കാൻ. അതൊരു വലിയ ഇത്രയധികം ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരാള് ഇത്രയും ദുഃഖം പറയുമ്പോൾ അതൊരു സലീമേട്ടൻ പിന്നെ അതൊരു ഭയങ്കര ദുഃഖമാണ്. അങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായ ദുഃഖമാണ്. പിന്നെ സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സലീമേട്ടൻ ഒരു സിനിമാക്കാരനായിരുന്നില്ലായിരുന്നെങ്കിൽ സലീമേട്ടൻ ഒരു എഴുത്തുകാരനായനെ എന്ന്. അപ്പൊ സലീമേട്ടനോട് ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. സലീമേട്ട ഇപ്പം വായനയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അധികം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വായിക്കാൻ ഒരു ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വായിക്കുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. അപ്പൊ അത്രയധികം പുസ്തകത്തെ സ്നേഹിക്കുന്നു ഞാൻ പറയുന്നു. താങ്കൾ എഴുത്തുകാരനാകേണ്ട മനുഷ്യനല്ലായിരുന്നു. കാരണം അയാൾ താങ്കൾക്ക് ഇത്ര ജനമനസ്സിൽ ഇടം നേടത്തില്ലായിരുന്നു എന്ന് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ നാട്ടകം താമസിച്ചാണെങ്കിലും സിനിമ തന്നെയാണ്. അതിലേക്ക് തന്നെ ദൈവം താങ്കളെ നയിച്ചു. അപ്പോ എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട്. സലീമേട്ടൻ മാത്രം പറയുന്ന അല്ലെങ്കിൽ എനിക്ക് ആ തിളക്കത്തിലെ കഥാപാത്രം അത് ഒരു പ്രത്യേക. എനിക്ക് തിളക്കം എന്ന സിനിമയും
വലിയ ഇഷ്ടമാണ്. അപ്പം തിളക്കത്തിലെ കഥാപാത്രം എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടതാണ്. എല്ലാവരും ഒരാളെ പോലും ഞാൻ താരമാണ് എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. മാറ്റി നിർത്താത്തൊരു മനുഷ്യനാണ് എന്ന് അപ്പം ബിജുക്കുട്ടൻ, നടൻ ബിജുക്കുട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. ബിജുക്കുട്ടൻ ഇന്ന് കാണുന്ന നടനാകുന്നതിനുണ്ട് വെറുതെ സലീമേട്ടന്റെ വീടിന്റെ അടുത്താണ് പുള്ളിക്കാരന്റെ വീട്. അവിടെ പോയി ഇരിക്കുവായിരുന്നു. സലീമേട്ടനോട് വർത്താനം പറയാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു. അത്രയ്ക്ക് കൃത്യമായിട്ടും ഹൃദ്യമായിട്ടും ആൾക്കാരോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന, അത്രമേൽ ഒരു സന്തോഷത്തോടെ ആൾക്കാരോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് 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 ഇതുപോലെ തന്നെ ആൾക്കാരോട് ചേർന്ന് നിന്ന് ആൾക്കാരോട് ഇടപെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ. അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ഇണവില്ലാത്ത പക്ഷികൾ പോലെ ചേർന്ന് നിൽക്കുന്ന ഒരു രണ്ട് മനുഷ്യന്മാരായിരുന്നു. അപ്പൊ ഞാൻ ഇതിനൊക്കെ എന്താണ് ഞാൻ പകരം തരുന്നത് എന്ന് ഓരോ കാര്യങ്ങളും സലീമേട്ടൻ നമ്മുടെ അനീഫയ്ക്കൊക്കെ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുമ്പോൾ, അപ്പൊ തമാശയായിട്ടാണെങ്കിലും സലീമേട്ടൻ എപ്പോഴും സ്വന്തം മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ കൊന്ന ഒരു നടനാണ്, എഴുതിയും പറഞ്ഞും കൊന്ന ഒരു നടനാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം മരിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ആസിയ രൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തമാശയല്ലാതെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇതൊക്കെ പകരമായിട്ട്, നിന്റെ ഈ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ എന്ത് നൽകണം എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ ഹനീഫക്ക നമ്മള് ബോഡി കൊണ്ടുപോയല്ലോ. അപ്പൊ ബോഡി കൊണ്ടുപോകുമ്പോൾ 4 പേര് ഉക്കയിലേ കൊണ്ടുപോകും. ആ 4 പേര് ഉക്കുന്നതിൽ ഒരാൾ ഹനീഫ്ക്ക ആയാ മതി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ഒന്നുമില്ല ജീവിതം, ഇച്ചിരിയുള്ള ജീവിതം. അതിനിടയ്ക്ക് ആരോടും ഒന്നിനും വേണ്ടി മഴ കൊണ്ടാക്കരുത്. ഇനി ഞാൻ നാളെ എന്നുള്ള ആ വാക്ക് എപ്പോഴും ഉരുവിട്ട് എപ്പോഴും ആൾക്കാരെ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് വേറൊരു കാര്യത്തിനും എന്തെങ്കിലും നേടാൻ വേണ്ടി ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദ്രോഹിച്ചാൽ അതിനു വേണ്ടി കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് എപ്പോഴും ഉറക്കെ വിളിച്ചു പറയുന്ന, അത്രമേൽ സ്നേഹം മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, എനിക്ക് ആൾക്ക് അനുവാദം ഇല്ലാത്ത പേര് പറയാൻ പറ്റത്തില്ല, എന്നാലും എൻ്റെ ഒരു ബന്ധുവുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടെ ഒരാള്. ആ ആളെന്നോട് പറഞ്ഞു, ഒരു സ്ത്രീയാ, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സലീമേട്ടനെ കാണുമ്പോൾ അങ്ങ് സന്തോഷമാണ്. കാരണം ആ പുള്ളിക്കാരൻ ഒരു പുള്ളുകൊണ്ടാണ് ചിരിക്കുകയും പുള്ളുകൊണ്ടാണ് വർത്താനം പറയുകയും ചെയ്യുന്നതെന്ന് സലീമേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന കാലത്തിന് മുമ്പ് തന്നെ ആ ഒരു ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്കാരിക്ക് ഇപ്പൊ വലിയ സങ്കടമായി കാണും. കാരണം സലീമേട്ടനെ കാണുമ്പോ തന്നെ എനിക്ക് സങ്കടമുണ്ടെങ്കിലും സലീമേട്ടനെ കുറിച്ച് പറയുന്നു, സങ്കടപ്പെട്ടു പറയാൻ പറ്റത്തില്ല. അപ്പം പുള്ളിക്കാരി പറയുന്നത്, സലീമേട്ടനെ സ്ക്രീനിൽ കാണുമ്പോ തന്നെ ഉള്ളു പറഞ്ഞ് സന്തോഷം വരും. അങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. സലീമേട്ടന്റെ വഴിയായിട്ട് 3-4 പുസ്തകങ്ങളും കൂടി ഇറങ്ങിയിരുന്നെങ്കിൽ, ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. അപ്പം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം 1969 അദ്ദേഹം ഏതെങ്കിലും പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇപ്പം അദ്ദേഹത്തിനെ
നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം മുഖ്യമന്ത്രിയാകുന്നതിന് 3 ദിവസം മുമ്പേ മനോരമയെന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, ഒരു ലേഖനം എഴുതി കൊടുക്കണം, VD സതീശൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഞാൻ 2 ദിവസത്തിന് മുമ്പ് എഴുതി തരാം, ഒരു പിറ്റേന്ന് ഞാൻ ആശുപത്രിയിൽ പോവാ, അപ്പൊ അയച്ചാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ആശുപത്രിയിൽ പോകുന്നതുകൊണ്ട് അത് പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട VD സതീശനെ കുറിച്ച് ഏറ്റവും ഉചിതമായ ഒരു ലേഖനം തന്നെ മനോരമയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം എഴുതി കൊടുത്തു എന്ന് ഒരു റീലിനകത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരു റീല് കാണുമ്പോൾ, ഒരു റീല് നമ്മൾ ഇപ്പോൾ ഒരു റീലാണെങ്കിലും ഒരാൾ നമ്മൾ വാർത്ത വായിക്കുന്നതാണെങ്കിലും ഒരു റീല് കാണുന്നതാണെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് റീല് കാണുന്നതാണെങ്കിലും എന്താണെങ്കിലും ഞാൻ വിചാരിക്കുന്ന അവരെന്നോടാണ് വർത്തമാനം പറയുന്നത് എന്നാണ്. അവര് റീല് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ആ മാധ്യമത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നല്ലാതെ ഞാൻ അവരെന്നോട് വർത്തമാനം പറയുന്നത് എന്ന് ചിലപ്പോൾ അവർക്ക് വ്യക്തികളെ അറിയണമെന്നില്ല, അവരെന്നെ ഒത്തിരി പേര് കാണും, പക്ഷെ അറിയണമെന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്നോടവർ വർത്തമാനം പറയുന്നു എന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കേൾക്കുന്നതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും എഴുതി വെക്കാതെ ഓർത്തെടുത്ത് ഇപ്പോൾ ഇത്രയും കൃത്യമായി പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഈ ഒരു സംഭാഷണം ഒരുപാടൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പം സംഭാഷണം നിർത്തുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ എപ്പോഴും ഇവിടെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തകൻ ദയവ് ചെയ്ത് ഈ സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മനുഷ്യർ, അത് എഴുത്തുകാരാണ്, സിനിമക്കാരാണ്, പാട്ടുകാരാണ്, ആരും ആയിക്കോട്ടെ, അവർ മരിക്കുമ്പോൾ അവരുടെ വീടുകളിലുള്ളവരെ കണ്ണുനീര് വിറ്റ് അവരുടെ മരണത്തെ നിങ്ങൾ പകർത്തിക്കോളൂ, കുഴപ്പമില്ല. കണ്ണുനീര് വിറ്റ് ജീവിക്കരുത്, കണ്ണുനീര് വിറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്കില്ലാത്തൊരു കാര്യം അതിർവരമ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നിങ്ങളങ്ങ് ഇടിച്ചു കയറി ചെല്ലുക. എല്ലാ മാധ്യമങ്ങളല്ല, പല മാധ്യമങ്ങളും ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരാനുള്ള ഈ ചെറിയ മാട്ട മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. വേറെ പദങ്ങളൊന്നും ഉപയോഗിക്കാൻ ഈ പറയുന്ന കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അല്ലെങ്കിൽ സഭ്യമായ വാക്കുകൾ മാത്രം പറയണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വാക്കൊക്കെ എനിക്കറിയാം, പക്ഷെ ഒന്നും പറയാത്തത് അങ്ങനെ സഭ്യമായ വാക്കുകൾ മാത്രം പറയണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ എന്നെപ്പോലുള്ള, ഞാൻ തന്നെയാണ് ചോദിച്ചത്, ഞാനൊരു യൂട്യൂബറാണെങ്കിൽ ഞാനതൊരു മാട്ട യൂട്യൂബറാണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമമാണ് എന്ന് വെച്ചു. ആ മാധ്യമങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഇനിയെങ്കിലും ഒരാളെ മരിക്കുമ്പോൾ അയാളെ സമാധാനമായിട്ടെങ്കിലും മരിക്കാൻ വിടൂ. അവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു, അവരുടെ വീട്ടില് സുന്ദരികൾ വരുന്നുണ്ടോ, സുന്ദരികളായ സ്ത്രീകൾ വരുന്നുണ്ടോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈവായിട്ട് ഞാൻ കണ്ടിരിക്കാം. ശ്രീനിയേട്ടൻ മരിച്ചപ്പോൾ തമിഴ്നാടൻ സൂര്യ വന്നപ്പോൾ സൂര്യയിലും ശരീരത്ത് ക്യാമറ തട്ടി അടുത്ത് ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പൊ ക്യാമറ കൈ കൊണ്ട് സൂര്യ തട്ടി മാറ്റിയ ഒന്ന് മാറും, ഇപ്പോഴെങ്കിലും ഒരു മര്യാദ പാലിക്കൂ എന്ന് സൂര്യ പറയുന്നത് അത് കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴും അതായിരിക്കും, അതിനെക്കാട്ടി ഗതികളായിരിക്കും ചെല്ലുമ്പോൾ സൂര്യക്ക്. പക്ഷേ അതൊരു എന്ന് പറഞ്ഞ പോലെ ഓരോ മാധ്യമങ്ങളും ഞങ്ങൾ ഇവിടെ നിൽക്കത്തുള്ളൂ, ഇവിടെ നിന്ന് കിട്ടുന്ന വിഷ്വൽസിനെ ഞങ്ങൾക്ക് മതി, ഞങ്ങൾ ഇടിച്ചു കയറത്തില്ല എന്ന് മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും, അല്ലെങ്കിൽ ഈ സെൻസർഷിപ്പ്, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഈ ഒരു അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി വെപ്രാളം കാണിക്കുന്നവരും എല്ലാം തീരുമാനിക്കേണ്ടത് നാളെ ഒരിക്കൽ നിങ്ങളും മരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ അദ്ദേഹം ആൾക്കാരെ അറിയാത്തതാണ്, നിങ്ങളെ ആരും നിങ്ങൾ മരിക്കുമ്പോൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത്
വേറെ ഒരു വീട്ടിൽ പോയി ഒരു ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു മര്യാദ, മിനിമം ഒരു മര്യാദ ആ കുടുംബത്തോടും ആ മരിച്ചു കിടക്കുന്ന ആളിനോടുള്ള റെസ്പെക്റ്റ് മാറ്റി വെക്കണം. പിന്നെ ഈ സുന്ദരികളുടെ പുറകെ പോകുന്ന സുന്ദരികളോട് മാത്രം ചോദ്യം ചോദിക്കുന്ന പരിപാടികളും മാട്ടമാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ഒരാളവിടെ മരിച്ചു വെക്കുമ്പോഴും സുന്ദരികൾ വരുന്നുണ്ടോ എന്നല്ല തിരക്കേണ്ടത്, അത് ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നല്ല തിരക്കേണ്ടത്. പകരം ഒരു മര്യാദ, മിനിമം മാക്സിമം അല്ല മിനിമം ഒരു മര്യാദ നിങ്ങൾ പാലിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളോടും, മുഖ്യധാര മാധ്യമങ്ങളോടും അല്ലാതെ ചെറിയ യൂട്യൂബർമാരോടും മറ്റ് മാട്ടമാധ്യമങ്ങളോടും, മാട്ടമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തള്ളിക്കയറാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ, ഇനി അവർക്കൊക്കെ നിയന്ത്രണം വരുന്നെന്ന് പറഞ്ഞു അത് ലൈസൻസ് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ 10,000 രൂപയുടെ കാര്യമുള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും എടുത്തിട്ട് പിന്നെയും മാട്ടത്തിറങ്ങാൻ തന്നെ കാണിക്കും നമുക്കറിയാം. പിന്നെ നിയമപരമായി ഇങ്ങനെ പറയാവുന്നല്ലാതെ ഒരു കാര്യവുമില്ല. അതിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ഞാൻ കൃത്യമായി കണ്ടിട്ടുള്ളൂ. പേടിയില്ലാതെ പ്രതികരിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ മമ്മൂക്കക്ക് ദേഷ്യം വന്നാൽ അദ്ദേഹം അതുപോലെ തന്നെ പ്രതികരിക്കും. ഇപ്പൊ സലീമന്റെ മോൻ വരെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു, അത് കേട്ടില്ല. പിന്നെ സമാധാനത്തോടെ പറഞ്ഞു, അത് കേട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സംഘവും ദേഷ്യവും എല്ലാം കൂടെ അണപൊട്ടി ഒഴുകി ദേഷ്യപ്പെടേണ്ടി വന്നത്. ഇനി ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോൾ ആരും മരിക്കുന്നത് എനിക്കിഷ്ടമല്ല, സത്യം അതാണ്. പക്ഷെ എല്ലാവരും പോയാൽ പറ്റത്തുള്ളൂ. എനിക്ക് ഒരാൾ പോലും മരിച്ചെന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ മനോരമ പത്തോളം തന്നെ തുറന്നു നോക്കിയാൽ ഒരു ദിവസം ഏതാണ്ട് 150 പേരിൽ കൂടുതൽ മരിക്കുന്ന പടമില്ലാതെ തന്നെ 10-80-90 എണ്ണം കാണും. അപ്പൊ മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റിയെ നിങ്ങൾ സമാധാനമായിട്ടും മരിക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നമ്മുടെ സലീമേട്ട ആത്മാവായിട്ട് വന്നാലും ആരും ദ്രോഹിക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് എപ്പോഴും പറയാറുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കാനായിട്ട് ഭൂമിയിലേക്ക് പിന്നീട് വരത്തില്ല, വന്നാലും ഞാൻ ദ്രോഹിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി എന്നെ സംസ്കരിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ അതുപോലെ ഞാൻ കുടുംബം കേട്ടു എന്നുള്ള ഒരു സന്തോഷം. അപ്പോ അങ്ങനെ അത്രമേൽ സ്നേഹമുള്ള, അത്രമേൽ ഇഷ്ടമുള്ള സലീമന്റെ ഓർമ്മയുടെ മുമ്പിൽ ഒന്നും കൂടി ഈ പാവപ്പെട്ടവൻ മനസ്സുകൊണ്ട് തല കുനിച്ചുകൊണ്ട് ദയവായി എല്ലാവരും ഞാൻ പറഞ്ഞത് നല്ല സെൻസിൽ തന്നെ എടുക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സലീമേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തൽക്കാലം ഒരുപാടൊക്കെ പറയാനുണ്ടെന്ന് വിട്ടുപോയി, ഇടക്കിടക്ക് മുറിഞ്ഞുപോയി, ഇടക്കിടക്ക് വിട്ടുപോയി. എല്ലാം എൻ്റെ കുറവിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച ChatGPT എന്നെ സഹായിച്ച മനുഷ്യരും ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. 1-2 സഹായങ്ങൾ പുറത്തുനിന്ന ആൾക്കാർ ചിലപ്പോഴൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കാര്യം ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പേരെടുത്ത് പറഞ്ഞ് ബോർഡെടുപ്പിക്കാതിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ദയവായി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും പുതിയൊരു വിഷയം കിട്ടുമ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയമാണെങ്കിൽ ഇനി അടുത്തൊരു വിഷയമായിട്ട് കാണുന്നതിന് വരെയും എനിക്ക് വിട തന്നാലും ഞാൻ നിങ്ങളുടെ സ്വന്തം നിജു ഭാരതം സലീമേട്ടനെ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ട്രോളിലൂടെങ്കിലും നമുക്ക് ഓർക്കാം എന്നുള്ള മര്യാദ അദ്ദേഹത്തിനോട് പാലിക്കണം എന്ന് നമുക്ക് ഉറച്ചു പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം നിജു ഭാരതം.